പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലുള്ള ചാർമിനാറിന്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി പോലെ തന്നെ ചാർമിനാറിനുള്ളിലേക്ക് മറ്റു 3 വഴികൾ കൂടിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ തന്നെയാണുള്ളത്. അതായത് 4 സ്ട്രീറ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 4 ഭാഗത്തും സ്ട്രീറ്റുകൾ തന്നെയാണ്. ഒരുപാട് ഷോപ്സ് നമുക്കിവിടെ കാണാനുണ്ട്. വാച്ചിന്റെ ഒരു ഷോപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്മാർട്ട് വാച്ച് പോലുള്ള വാച്ചൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വളരെ ചീപ്പ് റേറ്റിലാണ് ഇവരത് വിൽക്കുന്നത്. അതുപോലെ ഇവിടെ ഡ്രസ് ഐറ്റംസും ഉണ്ട്. അത് ഇപ്പോൾ ഇവിടെ 200 രൂപക്കാണ് ഒരു ഡ്രസ് ഐറ്റം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 50 രൂപക്ക് കിട്ടാനുള്ള എന്താ പറയുക ചാൻസ് നല്ല രീതിയിലുണ്ട്. തെരുവോര കച്ചവടക്കാരെ കൂടാതെ 2 ഭാഗത്തുമായിട്ട് ബിൽഡിങ്ങിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് കേട്ടോ. അവിടെ അത്ര തിരക്കൊന്നും ഫീൽ ചെയ്തില്ല, കാണാൻ പറ്റിയില്ല. കാരണം തെരുവോരത്ത് ഇത്രയും വിലക്കുറവിൽ സുലഭമായിട്ട് സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് ആളുകൾ അത് തേടിയല്ലേ പോവുക. 2 ഭാഗത്തായിട്ടുള്ള കടകൾ അത്ര വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലൂടെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്രക്കും തിരക്കായിരുന്നു. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ചാർമിനാറിന് നേരെ മുന്നിലുള്ള സ്ട്രീറ്റിലാണ് ഒരുപാട് കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. വളരെ വിലക്കുറവിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നത്. ഒരുപാട് ഡ്രസ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് കാണാനുണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊക്കെ കാണാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. നമ്മളിപ്പോൾ വൈകുന്നേരമായി ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇന്ന് 2:30 വിട്ടിട്ടാണ് എത്തിയപ്പോൾ 3 മണിയൊക്കെ എത്തി. പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കാരണം നമ്മൾ വൈകിപ്പോയി. ഓക്കെ, നമുക്കിപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. തിരക്കൊഴിഞ്ഞൊരു നേരം ഈ ഒരു തെരുവിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ മുതൽ രാത്രി വരെ കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വെച്ച് വിൽക്കുന്നുണ്ട്. വിലക്കുറവുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അവരെ തേടി എത്തുന്നുണ്ട്. അത്രക്കും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല ഭംഗിയുള്ള, അതായത് കണ്ണിന് അത്ര അട്രാക്ഷൻ ഉള്ള ഒരു എന്താ പറയുക സാധനങ്ങളാണ് അവരിവിടെ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു നേരത്ത് ഈ ഒരു സ്ട്രീറ്റ് തിരക്കൊഴിഞ്ഞ് കാണാൻ പറ്റില്ല. ചാർമിനാർ എന്ന് വെച്ചാൽ 4 പള്ളികൾ കൂടുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കാഴ്ച ഏകദേശം 3 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷേ 4:30 ഇതിനകത്തേക്ക് പ്രവേശിച്ചത്. കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമായില്ല. അത്രയും തിരക്കായിരുന്നു. വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തെരുവോരത്തുള്ള കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ നടന്നു. ഏകദേശം ഇരുട്ടി തുടങ്ങിയതോടെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുത്തു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല നല്ല രീതിയിലുള്ള പല പല ഐറ്റംസ് നമ്മളിവിടെ കണ്ടു. മനസ്സിന് വളരെ സന്തോഷമുണ്ടായി. കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹൈദരാബാദിൻ്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ ഇത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിരുന്നു കാണാനായിട്ട്. കാരണം ബിൽഡിങ്സൊക്കെ എല്ലാം എന്താ പറയുക നല്ല വെളിച്ചത്തിൽ ലൈറ്റ്നിങ് ആയിട്ട് കാണാൻ പറ്റി. അധികം എന്താ പറയുക പകൽ സമയങ്ങളിൽ വലിയ ബിൽഡിംഗ് കാണാൻ പറ്റുമെങ്കിലും രാത്രിയിലുള്ള യാത്രയിലാണ് ഇത് വളരെ അട്രാക്റ്റീവായി തോന്നിയത് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല എന്താ പറയുക ആ ഒരു ലൈറ്റ്നിങ്, അതായത് ഓരോ ബിൽഡിങ്സ് അതിനുള്ള ലൈറ്റിങ് വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക സീൻ എന്ന് പറയുന്നത് അത്രയും ഉഗ്രനായിരുന്നു കേട്ടോ. ഇതൊക്കെ കമ്പനീസാണ് കേട്ടോ. ഇവിടെ കാണുന്നത് കമ്പനികളാണ് കൂടുതലും. ഫ്ലാറ്റ് ഐറ്റംസ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കമ്പനികളാണ് കാണുന്നത് നമ്മൾ. ഹൈടെക് സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈടെക് സിറ്റിയിലുള്ള രാത്രി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മഞ്ഞ നിറത്തിൽ കാണുന്ന ബിൽഡിംഗ് ആണ് IKEA. സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ കമ്പനിയാണ് IKEA. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. കാണാത്തവരൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. അത്രക്കും അത്യുഗ്രനാണ് ഇവിടുത്തെ കാഴ്ചകൾ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.